രാത്രിയിലെ ശാന്തത നാലു ചുറ്റിലും നിറഞ്ഞിരുന്നു. റൂമിലെ ചുമരിലുണ്ടായിരുന്ന ക്ലോക്ക് ടിക് ടിക്കെന്ന് അടിച്ചുകൊണ്ട് സമയം 1 ഇൻസ്പെക്ടർ ഗൗരവ് തൻ്റെ ഭാര്യ നവ്യയോടൊപ്പം നന്നായി കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് റൂമിൻ്റെ ടെമ്പറേച്ചർ നന്നായി തണുപ്പാകാൻ തുടങ്ങി. ഉറക്കത്തിൽ കൂർക്കം വലിച്ചുകൊണ്ടിരുന്ന ഗൗരവിന് വളരെ ഭാരമായ ഏതോ ഒരു ശബ്ദം പതുക്കെ പറഞ്ഞു, എണീക്കൂ ഇൻസ്പെക്ടർ ഗൗരവ്, എണീക്കൂ. ആ ശബ്ദം അദ്ദേഹത്തിന്റെ ഉറക്കത്തെ വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ഗൗരവ് ഉറക്കത്തിൽ നിന്നും എണീറ്റു. അദ്ദേഹം സീലിംഗിലേക്ക് നോക്കിയതും അദ്ദേഹം വല്ലാതെ പേടിച്ചുപോയി. സീലിംഗിൽ ഭയങ്കരമായ വളരെ വികാരനായ ഒരു മനുഷ്യൻ പല്ലിയെ പോലെ ഒട്ടിപ്പിടിച്ചിരുന്നു. അവൻ ഗൗരവിനെ തുറിച്ചു നോക്കുകയായിരുന്നു. അടുത്ത ക്ഷണം തന്നെ അവൻ മിന്നലിന്റെ വേഗതയിൽ താഴേക്ക് ചാടി. അവൻ ഗൗരവിന്റെ മുൻപിലായി വന്ന് നിന്നു. ഇപ്പോൾ നിന്റെ കുടുംബത്തിന്റെ അഴിവ് കുറേ ദൂരെയല്ല, തയ്യാറായിട്ടിരിക്കൂ. അവൻ പറഞ്ഞു കഴിഞ്ഞതും തന്നെ ആ ഭയങ്കരമായ കൈ ഗൗരവിന്റെ കഴുത്തിൽ ചെന്ന് പിടിച്ചു. ആ പിടി അത്ര സ്ട്രോങ് ആയിരുന്നു. ഗൗരവിന്റെ കണ്ണുകൾ പുറത്തേക്ക് വരുമോ എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ ശ്വാസം നിലയ്ക്കാൻ തുടങ്ങി. ആ ശബ്ദം അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ തന്നെ നിന്നു. അപ്പോൾ പെട്ടെന്ന് നവ്യ എണീറ്റു. അവൾ ഗൗരവിനെ തട്ടി ഉണർത്തി. ഗൗരവ് ശ്വാസം മുട്ടിക്കൊണ്ട് എണീറ്റിരുന്നു. ദീർഘശ്വാസം വലിച്ചു. ശരീരമെല്ലാം വിറച്ചുകൊണ്ട്, വീണ്ടും അതേ സ്വപ്നം. ഞാനും കുറച്ച് ദിവസങ്ങളായി നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. നിങ്ങൾ ഉറക്കത്തിൽ നിലവിളിക്കുന്നു, പിന്നെ എന്തൊക്കെയോ പറയുന്നു. അതിനുശേഷമാണ് നിങ്ങൾ എണീക്കുന്നത്. അങ്ങനെ എന്ത് സ്വപ്നമാണ് നിങ്ങൾക്ക്? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഗൗരവ് അദ്ദേഹത്തെ തന്നെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. അദ്ദേഹം തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കേസിൽ ബിസി ആയിട്ടുണ്ട്. നിനക്ക് തന്നെ അറിയുമല്ലേ, ഞാൻ മുഖ്യമായ കേസുകളെ മുടിക്കുന്നതിന് വരെ എനിക്ക് എപ്പോഴും പ്രശാന്തം കിട്ടുന്നില്ല. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഉറങ്ങിക്കോ, ഞാൻ നന്നായിട്ടുണ്ട്. നവ്യ ചിരിച്ചു. വീണ്ടും കിടന്നുറങ്ങാൻ തുടങ്ങി. പക്ഷേ ഗൗരവിന് അതിനുശേഷം അന്ന് രാത്രി ഉറക്കം വന്നതേയില്ല. പുറത്ത് നന്നായി മഴ പെയ്യുകയായിരുന്നു. ഗൗരവ് തൻ്റെ യൂണിഫോം ഇട്ടു. അതിനുശേഷം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അപ്പോഴാണ് നവ്യ അവിടേക്ക് വന്നത്. അല്പം ടെൻഷൻ, അല്പം സങ്കടമുണ്ടായിരുന്നു. ഒരു കാര്യം എന്താണെന്നാൽ, ഈ മലമ്പ്രദേശത്ത് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയതുകൊണ്ട് എനിക്ക് വളരെ വിഷമമായിരിക്കുന്നു. പിന്നെ ആവശ്യമില്ലാത്ത ഈ മഴ. ഇന്നൊരു ദിവസം സ്റ്റേഷനിലേക്ക് പോകാതിരുന്നൂടെ? ഇത് എൻ്റെ ഡ്യൂട്ടിയാണ് നവ്യ. പിന്നെ മലപ്രദേശങ്ങളിൽ മഴയിനെ പറ്റി അവരും പറയാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹം സ്റ്റേഷനിലേക്ക് ചെന്നു. അതൊരു ചെറിയ മലമ്പ്രദേശമാണ്. അവിടെ ഒരേ ഒരു പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. ഗൗരവ് സ്റ്റേഷനകത്തേക്ക് വന്നു. അവിടെ സബ് ഇൻസ്പെക്ടർ സുമദ്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ചെയറൊക്കെ ഗാലിയായിരുന്നു. ഏതോ അറിയാത്ത ഒരു പേടി ജനങ്ങളെ ഇവിടേക്ക് വരാൻ തടയുന്നത് പോലെയായിരുന്നു. അല്ല, മറ്റുള്ളവരൊക്കെ എവിടെ പോയി? നല്ല മഴയായിരിക്കുന്ന സമയത്ത് ആരും സ്റ്റേഷനിലേക്ക് വരാറില്ല. ഗൗരവ് ശാന്തമായി തൻ്റെ ടേബിളിൽ ഇരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സുമദ്ര അദ്ദേഹത്തിൻ്റെ ടെൻഷൻ നോക്കിയിട്ട് അദ്ദേഹത്തിനടുത്തേക്ക് വന്നു. എന്തുപറ്റി? നിങ്ങൾ വല്ലാത്ത ടെൻഷനിലാണല്ലോ. ഗൗരവ് കുറച്ചു സമയം മിണ്ടാതിരുന്നു. പിന്നെ ആ സ്വപ്നത്തിനെ കുറിച്ച് അദ്ദേഹം പറയാൻ തുടങ്ങി. അത് പറയുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരുപാട് തവണ പേടി കാണാൻ സാധിച്ചു. സുഭദ്ര അത് നന്നായി ശ്രദ്ധിച്ചു കേട്ടു. അത് കേട്ടതും അവളുടെ മുഖവും വല്ലാതെയായി മാറി. ഞാൻ നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞതല്ലേ സാർ? അവൻ ഈ ഗ്രാമത്തിലെ പ്രസിദ്ധനായ ഒരു കുറ്റവാളിയാണ്. നിങ്ങൾക്കറിയാമോ അവൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് പേടിച്ചതെന്ന്? എന്തിനാ? കാരണം അവൻ്റെ ഭാര്യ ഒരു മന്ത്രവാദിയാണ്. എന്ന് രാത്രിയാണോ ആ ദുരന്തർ ശങ്കറിനെ ദഹിപ്പിച്ചത്, അന്ന് തന്നെ അവൻ്റെ ഭാര്യ ശ്മശാനത്തിൽ എന്തോ ഗൂഢോത്രം ചെയ്യുന്നത് ഗ്രാമത്തിലെ ജനങ്ങൾ കണ്ടു അത്രേ. അടുത്ത ദിവസം അവൻ്റെ ഭാര്യയും ആ ശ്മശാനത്തിൽ മരിച്ചു കിടന്നു. അവൾ തീർച്ചയായും എന്തെങ്കിലും ഗൂഢോത്രം ചെയ്തു കാണും സാർ. നിങ്ങൾ പറയുന്ന സ്വപ്നം കേട്ടാൽ എനിക്ക് എന്തു തോന്നുന്നെന്നാൽ, അവൻ മരിച്ചിട്ടും ജീവിച്ചിരിക്കുകയാണെന്ന്. അവൻ തിരിച്ചു വന്നെന്ന് തോന്നുന്നു. ഇത് കേട്ടതും ഗൗരവിൻ്റെ മുഖത്ത് നന്നായി പേടി കാണാൻ സാധിച്ചു. അദ്ദേഹം ചെയറിലിരുന്ന് വിറച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തന്നെ ആ ദിവസത്തേക്കെത്തി. ആ ദിവസം അദ്ദേഹം ഈ ഗ്രാമത്തിലെ പ്രസിദ്ധനായ കുറ്റവാളിയായ ശങ്കറിനെ അറസ്റ്റ് ചെയ്ത ആ ദിവസം. ഗൗരവ് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ ഓർമ്മയിൽ തന്നെ മൂழ்കിപ്പോയി. ഇൻസ്പെക്ടർ ഗൗരവ് തൻ്റെ ചെയറിൽ ഇരിക്കുകയായിരുന്നു. വിടാതെ പെയ്യുന്ന മഴത്തുള്ളികൾ, വെളിയിലെ തട്ടിൻ പുറത്ത് മഴ പൊഴിയുന്ന ശബ്ദം സിറ്റുവേഷനെ വീണ്ടും ഭയങ്കരമാക്കി. അതേസമയം അദ്ദേഹം അവിടെ ടേബിളിലുണ്ടായിരുന്ന ഒരുപാട് റിപ്പോർട്ട് ഫയൽ ശ്രദ്ധിച്ചു.
ഓരോ ഫയലായി അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തല ചുറ്റാൻ തുടങ്ങി. എല്ലാ കുറ്റങ്ങൾക്കും ഒരേ പേരാണ്, ശങ്കർ. ഗൗരവ് ആ ഫയലിലെ ഓരോ പേജായി മറിച്ചുകൊണ്ട് സുഭദ്രയുടെ മുഖത്ത് നോക്കി. സുഭദ്ര, ഈ ശങ്കർ ആരാണ്? അവനെ എതിരായിട്ട് ഇത്ര കേസുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ അവന് വേണ്ടി ഏതൊരു ആക്ഷനും എടുത്തിട്ടില്ലേ? അല്ല സാർ, ഇവൻ വളരെ മോശമായവനാണ്. ഗ്രാമത്തിലെ ജനങ്ങൾ ഇവനെ ദുരന്തർ എന്നാണ് വിളിക്കുന്നത്. ഇതുവരെ ഒരു ഓഫീസറിനും ധൈര്യം വന്നിട്ടില്ല ഇവനെതിരായി ആക്ഷൻ എടുക്കാൻ. ഇവന്റെ ഭാര്യ മന്ത്രവാദം ചെയ്യുന്നതായി പറയുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ ഇങ്ങനെയും വിശ്വസിക്കുന്നുണ്ട്. അതായത് അവളുടെ മാന്ത്രിക ശക്തി കൊണ്ടാണ് അവളുടെ ഭർത്താവിനെ സംരക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ഇങ്ങനെ പറഞ്ഞത് കേട്ടതും ഗൗരവിന്റെ മുഖത്ത് ദേഷ്യം വന്നു. അദ്ദേഹം ഒന്നും മിണ്ടാതെ ചെയറിൽ നിന്നും എണീറ്റു. പുറത്തേക്ക് ഇറങ്ങി ദേഷ്യത്തോടെ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഗൗരവിന്റെ ജീപ്പ് ഗ്രാമത്തിൽ കുറച്ചു ദൂരെ ചെന്നതേയുള്ളൂ. വഴിയിൽ ഒരു സ്ഥലത്ത് ആ പ്രസിദ്ധനായ കുറ്റവാളി ശങ്കർ ഇരിക്കുന്നത് കണ്ടു. യാതൊരു പേടിയുമില്ലാതെ നീതിയെ കളിയാക്കുന്നത് പോലെ അവൻ ഇരിക്കുകയായിരുന്നു. ഗൗരവ് ജീപ്പിൽ നിന്നും ഇറങ്ങി നേരെ അവന്റെ അടുത്തേക്ക് ചെന്നു. നീ എന്താ വിചാരിച്ചോ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യില്ല എന്നാ? ശങ്കറിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് നിറഞ്ഞു. ഇവിടെ നിന്ന് പോയിക്കോ ഇൻസ്പെക്ടർ, നിനക്ക് എന്നെ പറ്റി ഒരു കാര്യം അറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഗൗരവിന്റെ മേലിലേക്ക് ശങ്കർ ചാടി വീണു. രണ്ടുപേരും മാറി മാറി ഒരുപാട് സമയം വഴക്കിട്ടതിന് ശേഷം പോലും ഗൗരവ് അവനെ തോൽപ്പിച്ചു. പിന്നെ അവനെ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. സുഭദ്ര ആ ശങ്കറിനെ കണ്ടതും തന്നെ ഞെട്ടിപ്പോയി. സാർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിർത്ത് സുഭദ്ര, നിർത്ത്. നിങ്ങളുടെ ഈ പേടിയാണ് ഞാൻ മുടിച്ചു വെക്കണം. പക്ഷെ അടുത്ത ക്ഷണം തന്നെ സിറ്റുവേഷൻ വളരെ മോശമായി. ശങ്കർ പെട്ടെന്ന് തന്റെ പിസ്റ്റൾ കയ്യിലെടുത്തു. ഗൗരവിനെ ഉന്നം വച്ചു. ഗൗരവും തന്നെ രക്ഷിക്കാനായി പിസ്റ്റൾ കയ്യിലെടുത്തു. അപ്പോഴാണ് പെട്ടെന്നൊരു വെടിയുണ്ട പൊട്ടിയത്. അത് നേരെ ശങ്കറിന്റെ നെഞ്ചത്ത് ചെന്ന് കൊണ്ടു. ശങ്കർ കാലിടറി താഴേക്ക് വീണു. അവന്റെ ചുണ്ടുകൾ പിടയാൻ തുടങ്ങി. കണ്ണുകളിൽ പേടിയോടുകൂടി ഒരു ഭയങ്കരമായ വാക്ക്. ഓർമ്മിച്ചോളൂ ഇൻസ്പെക്ടർ, മരണം ഒരു തുടക്കമാണ്. നീ എന്നെ കൊന്നാലും എന്നെ കൊല്ലാൻ പറ്റില്ല. ഞാൻ തിരിച്ചു വരും, വന്ന് നിന്റെ മൊത്ത കുടുംബത്തിനെയും നശിപ്പിച്ചേക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് ശങ്കറിന്റെ ശ്വാസം നിലച്ചു. ഇരുട്ട് വീണ്ടും അധികമാകാൻ തുടങ്ങി. ഇൻസ്പെക്ടർ ഗൗരവ് അതേ സംഭവത്തിനെ ഓർത്തുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് സബ് ഇൻസ്പെക്ടർ സുഭദ്ര അദ്ദേഹത്തിനടുത്തേക്ക് വന്നത്. സാർ, നല്ല ഇരുട്ടായിരിക്കുന്നു, മഴയും പെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ലേ? ഞാൻ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഗൗരവ് ഒന്നും മിണ്ടാതെ തല അനക്കി. പിന്നെ ഒന്നും മിണ്ടാതെ തൻ്റെ ജീപ്പ് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നതും നവ്യ അദ്ദേഹത്തിന് വേണ്ടി കാത്തുകൊണ്ടിരുന്നതുപോലെ ചിരിയോടെ സ്വാഗതം ചെയ്തു. അവൾ വേഗം വേഗം ആഹാരം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. ഭാര്യ ഭർത്താവ് രണ്ടുപേരും സമാധാനമായി കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗൗരവ് പെട്ടെന്ന് നവ്യയുടെ ചേറിന് പുറകിൽ നോക്കിയതും അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചുപോയി. അവിടെ ശങ്കർ നിൽക്കുകയായിരുന്നു. അതേ ഭയങ്കരമായ മുഖം, മരണത്തിലുണ്ടായിരുന്ന രൂപം, പിന്നെ കണ്ണുകളിലെ ജ്വാല. നവ്യ, പുറകിൽ തന്നെ നോക്ക്. നവ്യ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയതും അവൾ പേടിച്ച് നിലവിളിച്ചു. ശങ്കർ അവളുടെ കഴുത്തിൽ പിടിച്ച് പാവയുടെ കഴുത്തിൽ അമർത്തുന്നത് പോലെ അമർത്തി. ഒരേ പിടിയിൽ അവളുടെ കഴുത്തിൽ പിടിച്ച് പൊക്കി താഴേക്ക് അവളെ എറിഞ്ഞു. അവളുടെ വേദന നിറഞ്ഞ ആ ശബ്ദം വീട് മുഴുവൻ മരണത്തെ പോലെ കേട്ടു. പിന്നെ നവ്യ അവിടെ തന്നെ മരിച്ചുപോയി. ഗൗരവ് സ്തംഭിച്ചത് നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അനങ്ങാൻ പോലും ആയില്ല. ശങ്കർ അദ്ദേഹത്തിനെ നോക്കി അതേ ശാപത്തിനെ വീണ്ടും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ ഇൻസ്പെക്ടർ, മരണം ഒരു തുടക്കം മാത്രമാണ്. ഞാൻ തിരിച്ചു വരും. ഞാൻ ഈ ഇലാക്കയുടെ ദുരന്തരാണ്. പിന്നെ എന്റെ കോപം ഞാൻ പോന്നതിന് ശേഷവും തീരാൻ പറ്റില്ലായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഗൗരവ് നിലവിളിക്കുന്ന ആ ശബ്ദം ശാന്തത കീറിക്കൊണ്ടുവന്നു. ആ മുറി രക്തം, മരണം, ഭയം എന്നുള്ള ദുർനാറ്റം കൊണ്ട് നിറഞ്ഞു. ഗൗരവും നവ്യയും രണ്ടുപേരുടെ ലോകവും ഒരു ക്ഷണം കൊണ്ട് അവസാനിച്ചു. പിന്നെ അന്ന് രാത്രി ഈ ചെറിയ മലമ്പ്രദേശം ഒരു പുതിയ പേടി വന്നതുപോലെ അനുഭവപ്പെട്ടു. അന്ന് രാത്രി ചുമരുകൾ നിലവിളിയുടെ ശബ്ദം താങ്ങി. പിന്നെ തറ രക്തത്തിന്, കാറ്റൊരു ശാപത്തിന്. അതായത് ശങ്കർ തിരികെ വന്നത് ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന്. ഇരുട്ടെന്നത് കഥകളുടെ ഇടയിലുള്ള ഗ്യാപ്പിൽ കാത്തിരിക്കുകയായിരുന്നു. അടുത്ത ബലിക്കായി, അടുത്ത ശ്വാസത്തിനായി, അടുത്ത നിലവിളിക്കായി.